Hello, good afternoon. Good afternoon. Okay, ready ആണോ എല്ലാവരും? വളരെ കുറച്ച് പിള്ളേരെ ഉള്ളൂല്ല ക്ലാസ്സില്. സ്ട്രെങ്ത് ഒക്കെ വളരെ കുറവാണോ? ക്ലാസ്സിൽ ഇത്രയൊക്കെ കയറാറുള്ള 20 something ഉള്ളൂ. Yes, good afternoon once again. നമുക്ക് ക്ലാസ് തുടങ്ങാം. കുറെ സമയം കളയാനില്ല, ഓരോ മിനിറ്റ് നമുക്ക് വാല്യുബിൾ ആണ്. കഴിഞ്ഞ ദിവസം നമ്മള് ക്ലാസ്സിൽ പറഞ്ഞത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു തുടങ്ങി അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതിനെ ഒ പി ഡിപ്പാർട്ട്മെന്റ് എന്നും അതുപോലെ ഈ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. OP ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതിനകത്ത് വരുന്നിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചില ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇൻ വിച്ച് ദ പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ഇൻ എമർജൻസി സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഇൻ ബൈ ആംബുലൻസ്. ആംബുലൻസിൽ വളരെ എമർജൻസി ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് വിൽ ബി എക്വിപ്ഡ് ബൈ ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. എല്ലാ തരത്തിലുള്ള എമർജൻസികളെയും മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ എക്യുപ്മെന്റ്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ആ സമയത്തല്ല പോയിട്ട് അയ്യോ കാർഡിയോളജി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാർട്ട് പേഷ്യന്റിനെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് എക്യുപ്മെന്റ് എന്താണെന്ന് ആ സമയത്തല്ല പോയി തപ്പണ്ടേ അല്ലെ. ഇതെല്ലാം എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റിയ എല്ലാ എക്യുപ്മെന്റും ഇവിടെ സജ്ജമാക്കിയിരിക്കണം. ഇവിടെ വെച്ചിട്ട് പേഷ്യൻസിന്റെ അസസ് ഒക്കെ ചെയ്തതിനു ശേഷം they will be transferred to particular സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ചില ആദ്യം ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം പിന്നെ ഏത് രീതിയിലുള്ള പേഷ്യന്റ് ആണ്, ഏത് എന്താ പറയാ എന്ത് രോഗവുമായിട്ടാണ് വന്നേക്കുന്നത് അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. കാർഡിയോളജിയിലെ ഏറ്റവും ബിഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗമാണ്, ഡിസീസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ആൻജൈന. അതിനകത്ത് കൊടുക്കുന്ന ചില പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്, കൊറോണറി സർജറീസ് നടത്തുന്നുണ്ട്, കാർഡിയക് സർജറീസ്, വാൽവ് റിപ്പയർമെന്റ്, വാൽവ് സർജറീസ് അല്ലെ, റീപ്ലേസ്മെന്റ്, പിന്നെ തെറാപ്പീസ് ഫോർ കോൺജനിറ്റൽ ഇതൊക്കെ കൊടുക്കുന്നതാണ് അല്ലെ. നമുക്ക് ജന്മനാ ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താ? ഹാർട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാർഡിയോളജിയിലാണ് നമ്മൾ കണ്ടു. അനസ്തേഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ എടുത്തത്. അനസ്തേഷ്യോളജി which the doctors administer anesthesia before making any procedures or surgeries. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ സർജറീസ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. അത് പ്രധാനമായിട്ട് 3 ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. അതിനൊക്കെ ഓരോ ഉദാഹരണമൊക്കെ നമ്മൾ കണ്ടു അല്ലെ. എങ്ങനെയാണ് ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്?
ത്രൂ മാസ്ക് ഓർ IV cannula. IV cannula നമ്മുടെ വെയിൻസിൽ പ്ലേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടോ ആയിരിക്കും ജനറൽ ആയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്നത് പേഷ്യൻസിന്. ഓക്കെ, ലോക്കൽ അനസ്തേഷ്യ ഒരു സ്മോൾ ഏരിയ ഓഫ് എനി പാർട്ട് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന്റെ ഒരു കുഞ്ഞു ഏരിയയെ മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള അനസ്തേഷ്യയാണ്. സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് ഫീൽ, അതായത് അവിടെ തൊട്ടാലോ അല്ലെങ്കിൽ ഇതാണെന്നും അറിയില്ല, ആ രീതിയിൽ അതിന്റെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് ഇത്, കുഞ്ഞു ഏരിയ. അത് യൂഷ്വലി ഡെന്റിസ്റ്റുകളാണ് ഈ ഒരു ലോക്കൽ അനസ്തേഷ്യ ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് ഇഫ് ദേ ഹാവ് ടു നമ്പർ എനി ജോ ഓർ മേക്ക് എനി അലൈൻമെന്റ് ഓൺ ദ ടീത്ത്, അല്ലെ, നമ്മുടെ ജോ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടീത്തിന്റെ ഇത് അലൈൻമെന്റുകൾ നടത്തുക, അങ്ങനെയുള്ള പർപ്പസിലൊക്കെയാണ് ഡെന്റിസ്റ്റിൽ ഈ ഒരു അനസ്തേഷ്യ യൂസ് ചെയ്യുന്നത്. And the next one is regional anesthesia. അത് നമുക്കറിയാം, അത് എ പർട്ടിക്കുലർ പോർഷൻ ഓഫ് അവർ ബോഡി, ഒരു സ്പെസിഫിക് പോർഷൻ, ഒരു ശരീരത്തിലെ ഒരു ഭാഗം മൊത്തത്തില് നമ്പ് ചെയ്യിക്കുന്ന രീതിയിലുള്ള അനസ്തേഷ്യ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. യൂഷ്വലി C സെക്ഷൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ബിഫോർ പ്രൊവൈഡിങ് സച്ച് അനസ്തേഷ്യ, അവർ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പും അത് കൊടുത്തതിന് ശേഷവും ഓപ്പറേഷൻ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഇവർ അനസ്തെറ്റിക്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അനസ്തേഷ്യോളജിസ്റ്റ് ഹാവ് ടു മോണിറ്റർ ദ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ, heart rhythm and the level of consciousness and also the amount of oxygen in that blood. ബ്ലഡിലുള്ളവരുടെ ഓക്സിജന്റെ അളവ്, ടെമ്പറേച്ചർ ലെവല്, മറ്റ് കോൺഷ്യസ്നസ് ലെവല്, ഇത് എത്രത്തോളം ബോധം ഉണ്ട്, അല്ലെ, പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തപ്പോ തന്നെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അത് കൊടുത്തിട്ട് മനസ്സിലാക്കണം ആള് അൺകോൺഷ്യസ് ആയി വരുന്നുണ്ടോ, വന്നിട്ടുണ്ടോ കംപ്ലീറ്റ്ലി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഓപ്പറേഷൻസ് ചെയ്യുക, അല്ലെ, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. സോ അതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അടുത്ത ഭാഗം എടുത്തോട്ടെ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അടുത്ത് പറയാൻ പോവാണ്. ഇവിടെ വരെ നമ്മൾ പറഞ്ഞിരുന്നു, കുറച്ച് ആൾക്കാർ വരാൻ വേണ്ടി നമ്മൾ കാത്തു നിന്നതാണ്. ഓക്കെ, കുറച്ച് വളരെ കുറവായിരുന്നു ക്ലാസ് തുടങ്ങിയപ്പോ സ്റ്റുഡൻസിന്റെ എണ്ണം, ഒരു 10-17 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് 30 ആയി. ഓക്കെ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആൻഡ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് or critical care unit, critical intensive treatment unit എന്നൊക്കെ ഇതിന് പേരുണ്ട്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ഇങ്ങനെയൊക്കെ 3 പേരിലാണ് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അറിയപ്പെടുന്നത്. അപ്പൊ മറ്റു പേരുകളൊക്കെ ചോദിക്കോട്ടോ, ഇന്ന യൂണിറ്റ് അറിയാം, സോറി, ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, അതർ നെയിം ഫോർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇനി ഇവിടെ എന്താ കാര്യങ്ങൾ നടക്കുന്നത്, അതായത് പേഷ്യൻസ് those who are transferred from any other departments such as operation theatre or recovery rooms, അതായത് ചില പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും അവരുടെ രോഗത്തിന്റെ ഒരു എന്താ പറയുക സീരിയസ്നെസ് കുറച്ചും ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവരോ അല്ലെങ്കിൽ റിക്കവറി റൂമിൽ കിടത്തിയിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ രോഗത്തിന്റെ ഇത് മൂർജിക്കുകയാണെങ്കിൽ will be transferred to this department which is known as critical care unit. അതായത് ഇവരെ പേഷ്യൻസിനെ കൂടുതൽ കെയർ കൊടുത്ത്, ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുത്ത്, എന്ന് വെച്ചാൽ എന്താ അർത്ഥം, തീവ്ര പരിചരണം നൽകി അവരെ സ്റ്റേബിൾ ആക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക അറ്റ് എനി എമർജൻസി സിറ്റുവേഷൻ. ഇത്തരം എമർജൻസി ആകുന്ന ആവശ്യ സമയത്ത് അവരെ സ്റ്റേബിൾ ആക്കാനും കൂടുതൽ കെയർ കൊടുക്കാനും വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലമാണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർട്ടൻ പേഷ്യൻസ്, അതായത് ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന പേഷ്യൻസിനെ തന്നെ ചില പേഷ്യൻസ് മേ ബി ഐസൊലേറ്റഡ് റൂംസിലേക്കും ചിലപ്പോഴൊക്കെ മാറ്റാറുണ്ട്, ഒറ്റപ്പെട്ട മുറിയിലേക്കില്ലേ. കാരണം those patients who need individual medication attention, അതായത് ഹോസ്പിറ്റൽസിൽ ഈ ICU കിടക്കുന്ന ആളുകളെ തന്നെ ചിലപ്പോഴൊക്കെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരെ ഐസൊലേറ്റഡ് റൂംസിലേക്കും മാറ്റാറുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് തന്നെ ഐസൊലേഷൻ എന്ന് വെച്ചാൽ ചിലപ്പോ ചില പേഷ്യൻസിന് ICU കിടക്കുന്നവർക്ക് തന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കെയറിംഗ് കൊടുക്കുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ആ ഒരു പേഷ്യന്റിന് മാത്രം നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഐസൊലേറ്റഡ് റൂംസിലേക്ക് പേഷ്യൻസിനെ മാറ്റാറുണ്ട്. ഓക്കെ, then this ICU have only very few number of beds. വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ നമ്മുടെ ICU കാണുള്ളൂ, ഒത്തിരി ബെഡ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഈസ് ഹാൻഡിൽഡ് ബൈ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടേഴ്സ്, നഴ്സസ് മാത്രമല്ല അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അതുപോലെ ഡയറ്റീഷ്യൻ. ഈ ഒരു
ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ അവരെപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന എന്താ പറയാ, ചിലപ്പോ പെട്ടെന്ന് പേഷ്യന്റ് ഏതെങ്കിലും രീതിയിലേക്ക് ആളുടെ സ്റ്റേജ് മാറുമ്പോൾ പെട്ടെന്ന് അനസ്തേഷ്യ കൊടുത്തുള്ള സർജറിക്കൊക്കെ വേണ്ടി കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കണം. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചിലപ്പോൾ അവരുടെ ബോഡിയുടെ ഏതെങ്കിലും പാർട്സിനൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പീസ് ഒക്കെ കൊടുത്ത് അവരെ ഹീൽ ചെയ്യിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാര്, അതുപോലെ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഡയറ്റീഷ്യൻസ് വിച്ച് ഫുഡ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. അങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് എന്ത് ഫുഡ് കൊടുക്കണം, ഏത് രൂപത്തിലുള്ളത് കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഡയറ്റീഷ്യൻസ്. അങ്ങനെ ഈ ICUവിന്റെ അകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന പ്രൊഫഷണൽസ് അവിടെ ഉണ്ടായിരിക്കണം. ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആ പേഷ്യന്റ് ആണ് ICUവിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കണം, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ്, പിന്നെ ആവശ്യത്തിന് നഴ്സസും ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ ഈ പറയുന്ന യൂണിറ്റില്. കാരണം അത് അത്രയും എന്താ പറയാ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആവശ്യമുള്ള പേഷ്യൻസ് ആണ് അതിനകത്ത് എന്താ പറയാ ചെയ്തിരിക്കുന്നത്. സോ ഷുഡ് ബി ആ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ ഇതെല്ലാം കെയർ ചെയ്ത് അവർക്ക് കൂടുതൽ അറ്റൻഷൻ പേഷ്യൻസിന്, അതായത് റൂംസിലോ അല്ലെങ്കിൽ മറ്റ് വാർഡുകളിലൊക്കെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് 2 സെക്കൻഡ് കൊണ്ട് വേഗം വായിച്ചു നോക്കാം. ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ച് 2 സെക്കൻഡ് വേണ്ടല്ലോ. അവിടെ ഇരിക്കുന്ന സെന്റൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. പറഞ്ഞ കാര്യമൊക്കെ അവിടെ ഉണ്ടോ, പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, നമ്മളത് വായിക്കുന്നൊന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കാരണം ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിങ്ങനെ വായിച്ച് ഞാൻ ഈ നമ്മള് ചെറിയ ക്ലാസ്സിൽ കുട്ടികളുടെ ഇംഗ്ലീഷ് ലെസൺ അല്ലെങ്കിൽ മലയാളം ലെസൺ ഒക്കെ നമ്മൾ എങ്ങനെ എടുക്കുക, കഥയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ സെന്റൻസ് വായിച്ചു നോക്കിയാൽ അതിന്റെ മീനിങ് പറയും. എനിക്ക് അതിനോട് യോജിപ്പില്ല. അതായത് ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരും. ആൻഡ് യു ഹാവ് ടു റീഡ് ഇറ്റ് ബിക്കോസ് യു ഹാവ് ടു ആൻസർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് ആ സെന്റൻസിലേക്ക് നിങ്ങളിങ്ങനെ വായിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു പറയും, ആ കേട്ടതിന്റെ ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ പഠിക്കാൻ നോക്കും. പക്ഷെ അത് മാത്രം പോരാ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് യു ഹാവ് ടു ഗോ ത്രൂ ദ ഈച്ച് ആൻഡ് എവറി സെന്റൻസസ്. ആ സെന്റൻസ് നിങ്ങളുടെ കണ്ണോട്ട് വായിച്ചു നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ പതിയുള്ളൂ അല്ലെ. ഒരാൾ പറഞ്ഞു തന്നതിനേക്കാൾ നമ്മളെ സെന്റൻസ് വായിച്ചു നോക്കുമ്പോ നമ്മുടെ മനസ്സിൽ പതിയും. ക്ലിയർ ആണല്ലോ? പോയിക്കോട്ടെ, അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ എനി ഡൗട്ട്? ഏതൊന്നുകൂടി പറയണം? ഏതാ ഒന്നുകൂടി പറയണ്ടേ? ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണോ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അതിന്റെ പേര് ഇന്റൻസ്. ഇപ്പൊ പറഞ്ഞതോ മീൻസ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നും ഒക്കെ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് അത് ICU എന്ന് പറയുന്നത്. ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ആഫ്റ്റർ ദ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ പേഷ്യന്റിന്റെ ആ ഒരു എമർജൻസി സിറ്റുവേഷൻസിലേക്ക്, എമർജൻസി റൂമിൽ നിന്ന് കാഷ്വാലിറ്റി റൂമിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഈ പറയുന്ന ICUവിൽ കൊണ്ടുവരും. അതല്ലെങ്കിൽ എന്താ പറയാ റിക്കവറി റൂമിൽ നിന്ന്, എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ചില പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയാണ് ഇന്റൻസീവ്, അതായത് അതിതീവ്ര പരിചരണം വേണം എന്ന് തോന്നുന്ന പേഷ്യൻസിനെയാണ് ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ആ ഒരു എന്താ പറയാ ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കുറച്ച് എന്താ പറയാ ചില പേഷ്യൻസിനെ അവർക്ക് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് ഐസൊലേറ്റഡ് റൂംസിലേക്കും അവരെ മാറ്റാറുണ്ട്, ഒറ്റപ്പെട്ട മുറിയിലേക്ക്. ആൻഡ് ഓൺലി ദിസ് ICU will have only very few number of beds. ഇതിനകത്ത് വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം അവിടെ കൂടുതൽ പേഷ്യൻസിനൊന്നും അവർക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം വളരെ കുറച്ച് തീവ്രപരിചരണം വേണമെന്ന് തോന്നുന്ന അത്രയും പേഷ്യൻസ് ആണ്.
അതിനകത്ത് കിടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ബെഡേ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ദ ഡോക്ടേഴ്സും അതുപോലെ സ്പെഷ്യലൈസ്ഡ് നഴ്സസും അനസ്തെറ്റിക്സും അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റും ഡയറ്റീഷ്യൻസും എല്ലാവരും കൂടിയാണ് ഈ ഒരു യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇവരുടെയൊക്കെ ഹെൽപ്പ് എപ്പോ വേണമെങ്കിലും ആവശ്യം വരാം. ക്രിട്ടിക്കൽ ഏരിയയൊക്കെ ആ യൂണിറ്റിൽ, അതുകൊണ്ട് അവരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് dermatology. അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താ? ഡെർമറ്റോളജി. ഡെർമറ്റോളജി എന്താണ്? ഡീൽസ് വിത്ത് ദ സയൻസ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് അവർ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. പണ്ടൊക്കെ വിചാരിക്കും ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മുടെ തൊലി ഒക്കെ പുറമെ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ nowadays ഇന്ന് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് വേരിയസ് ട്രീറ്റ്മെന്റ്സ് to the patients, those who are suffering from dermatological problems, disorders of our skin, hair, nails, venereal diseases, and also advanced cosmetic problems. അതായത് നമുക്ക് ഇന്ന് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഡെർമറ്റോളജി കൊടുക്കുന്നുണ്ട്. സ്കിൻ പ്രോബ്ലംസ്, ഹെയർ പ്രോബ്ലംസ്, അതുപോലെ നെയിൽ പ്രോബ്ലംസ്, നമ്മുടെ നഖത്തിനൊക്കെ ഉണ്ടാവുന്ന ചില എന്താ പറയുക നഖം കുത്തി പഴുക്കലൊക്കെ ഉണ്ടല്ലോ, ലെഗും ഹാൻഡിന്റെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ചില രോഗങ്ങള്, വെനേറിയൽ ഡിസീസസ്, സെക്ഷൽ ആയിട്ടുള്ള ഇതിനകത്ത് റിലേഷനിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ് ഒക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ വെനേറിയൽ ഡിസീസസ് വിളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ നമ്മുടെ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി മാനേജ്മെന്റ്, അതായത് നമ്മൾ പലതരത്തിലുള്ള കോസ്മെറ്റിക്സ് ഒക്കെ നിരന്തരം മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതൊക്കെ മാനേജ് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഇത്രയും അധികം ഈ പറയുന്ന കാര്യങ്ങൾക്ക് ചില ആൾക്കാർ ഇങ്ങനെ ഓരോ ആഡ്സ് ഒക്കെ കണ്ടിട്ട്, അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ട് അതുപോലെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മാറി മറിച്ചൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോസ് അവർ സ്കിൻ, അല്ലെ നമ്മുടെ സ്കിന്നുകൾക്ക് അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, ആദ്യത്തെ കുറെ നാളുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നീട് വീണ്ടും നമ്മൾ അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. ബിക്കോസ് വി ആർ ബിഹൈൻഡ് ദ അഡ്വർടൈസ്മെന്റ്സ്, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ പല പരസ്യങ്ങൾക്ക് പിന്നാലെയാണ്. അപ്പൊ പരസ്യങ്ങൾ എന്തൊക്കെയോ കാണിക്കുമ്പോൾ അതിനെ ഒക്കെ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ അതിൽ നമ്മൾ എന്താ പറയാ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നതുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ചില ആക്നെ, സ്കാർസ്, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ, ഹെയർ ലോസ്, അൺവാണ്ടഡ് ഹെയർ ഫോള്, മോൾസ്, വാട്സ് ആൻഡ് റിങ്കിൾ, ഏജിങ് സ്കിൻ, ഇതിനൊക്കെ നമുക്ക് ഇന്ന് ട്രീറ്റ്മെന്റ് എവിടെയുണ്ട്? നമ്മുടെ ഡെർമറ്റോളജി ഉണ്ട്. അപ്പൊ എന്താണ് ആക്നെ? ആക്നെ എന്താണ്? മുഖക്കുരു, അല്ലെ? സ്കാർസ്, എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ, ഇപ്പൊ കുരു വന്നിട്ടായാലും അല്ലെങ്കിൽ മുറിഞ്ഞിട്ട് അവിടെ കൂടെ അടയാളം പോലെ അങ്ങനെ കിടക്കുന്നതാകാം. ഇന്ന് അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പണ്ട് ചെറിയ കാലത്തൊക്കെ വീണിട്ട് ഒരു പാട് പോലെ, മായാത്ത പാട് പോലെയൊക്കെ കിടക്കണമെങ്കിൽ അതൊക്കെ നമുക്കിന്ന് ട്രീറ്റ്മെന്റിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും. പിഗ്മെന്റേഷൻ, അല്ലെ? കരുവാളിപ്പ് എന്ന് പറയില്ലേ? കരുവാളിപ്പല്ലേ പിഗ്മെന്റേഷൻ. വിറ്റിലിഗോ, പാണ്ട് രോഗം, അതുപോലെയുള്ള രോഗങ്ങൾ. പിന്നെ ഹെയർ ഫോള്, ഹെയർ ലോസ്, മുടി കൊഴിച്ചിലുകൊണ്ട് ഹെയർ ഇങ്ങനെ മൊത്തത്തോടെ ഇളകി പോകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. ഒരു ഭാഗത്തുനിന്ന് മൊത്തത്തിൽ ഇത് മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോരുന്നത്. അതുകൂടാതെ ചിലയിടത്ത് ഇങ്ങനെ ഓരോ പാച്ചസ് പോലെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കംപ്ലീറ്റ്ലി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് പൊളിഞ്ഞൊക്കെ പോരും. അങ്ങനത്തെ ചില അസുഖങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. അൺവാണ്ടഡ് ഹെയർ, നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയയിൽ ഉണ്ടാകുന്ന ചില ഹെയർ ഗ്രോത്ത്, അത്. പിന്നെ മോൾസ് എന്താണ്? നമ്മുടെ മറുക്, അല്ലെ? പിന്നെ വാട്സ്, അരിമ്പാറ, റിംഗ്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ, ചുളികൾ വരിക. നമുക്ക് ഏജസ് കൂടുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്റെ സ്ട്രക്ചർ ഒക്കെ മാറും. പണ്ട് ഏത് രീതിയിലായിരുന്നു വരുന്ന ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്കിന്നിന്റെ ആ ഒരു സ്ട്രക്ചർ ഡ്യൂ ടു അവർ ഓൾഡ് ഏജ്, നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് ഓരോ വർഷവും നമുക്കുണ്ടാകുന്ന ഏജുകളുടെ ആ ഒരു ഇതില് ഗ്രോത്തില് അതനുസരിച്ച് സ്കിന്നിലും അത് റിഫ്ലക്ട് ചെയ്യും, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇന്ന് എവിടെയുണ്ട്? ചികിത്സ ഡെർമറ്റോളജി. അതുകൊണ്ട് നമുക്കറിയാലോ, അതിനൊക്കെ എക്സാമ്പിൾസ് നമുക്ക് തന്നെ മുമ്പിലുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇന്നത് ഉപയോഗിക്കുന്നുണ്ട് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിനെ. കാരണം ഏജിങ് സ്കിന്നൊക്കെ മാറ്റി അവർക്ക് എന്നും എന്താ പറയാ യൂത്ത് ആൾക്ക് നിൽക്കുക എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം കുറെയൊക്കെ അവരുടെ പ്രൊഫഷൻ ഭാഗമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫിലിം സ്റ്റാർസ് ഒക്കെ, അല്ലെ? അവർക്ക് അവരുടെ ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ എന്താ പറയാ ഫിസിക്കൽ അപ്പിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എടുക്കാൻ അവർ നിർബന്ധിതരാണ്. എന്നാലേ അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു പരിധി വരെയൊക്കെ. അപ്പൊ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് ഡെർമറ്റോളജി അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? It is the science which deals with the diagnosis and treatment of skin, hair and nails.
ഓൾസോ സ്പെഷ്യൽ പ്രോബ്ലംസ് ഇതിന് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഡിസോർഡേഴ്സ് ഓഫ് സ്കിൻ, ഹെയർ, വെനേറിയൽ പ്രോബ്ലംസ്, നെയിൽ ഡിസീസസ്, അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ acne, scars, pigmentation, vitiligo, hair fall, hair loss, unwanted hair, moles, warts, aging skin and wrinkly skin. Clear ആയോ? ക്ലിയർ ആണല്ലോ. ഈ സാധനങ്ങളുടെ പേരുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ. സ്കാർസ്, SCAR, ആക്നെ വേണം, ആക്നെ മുഖക്കുരു. അറിയില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം എഴുതിയെടുത്താൽ മതി. അറിയുന്നവർ എഴുതണമെന്ന് യാതൊരു നിർബന്ധമായിരിക്കില്ല. ചിലപ്പോ ചിലർക്ക് എല്ലാവർക്കും ചിലപ്പോ അവരുടെ മീനിങ് എന്താണെന്ന് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് എഴുതുക. ആക്നെ മുഖക്കുരു, സ്കാർ, SCARS, സ്കാർസ്, അടയാളങ്ങൾ. അടയാളം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ചില വീഴ്ചയിലൊക്കെ ഉണ്ടാകുന്ന ചില മാർക്ക്. ചിലപ്പോ മുഖക്കുരു ഒക്കെ വലിയ കുരുവായിട്ട് വന്നിട്ട് അതിന്റെ അടയാളം കൂടെ അങ്ങനെ മാറാതെ നിൽക്കുന്നുണ്ടാവും. അതാണ് കേട്ടോ അടയാളങ്ങള്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. അതിനൊക്കെ മുകളിൽ എഴുതി വെക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിലോ അല്ലെങ്കിൽ വേറെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ആ നോട്ടിലോ വേർഡ് എടുത്തിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ മെയിലിൽ എഴുതി വെച്ചോ. കരുവാളിപ്പ്. വെറ്റിലിഗോ, പാണ്ഡുരോഗം. വിറ്റിലിഗോ, പാണ്ഡുരോഗം. ഹെയർ ഫോൾ, ഹെയർ ലോസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അൺവാണ്ടഡ് ഹെയർ എഴുതേണ്ട ആവശ്യമില്ല. മോൾസ്, മറുക്. മോൾസ്, മറുക്. വാട്സ്, WARTS, അരിമ്പാറ. അരിമ്പാറ. റിങ്കിളിംഗ് ആൻഡ് ഏജിങ് സ്കിൻ നമുക്ക് അറിയാം അല്ലെ. ചുളിവുകൾ, അതായത് ചുളിഞ്ഞ എന്താ പറയാ ത്വക്ക്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകട്ടെ. വെനേറിയൽ ഡിസീസസ് മനസ്സിലായല്ലോ. ലൈംഗിക രോഗങ്ങൾ കേട്ടാ. യെസ്. നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഫാമിലി. ഏതാണ് പറയണ്ടേ? ഏതാ പറയണ്ടേ? മീനിങ് ആണോ? ഏത് മീനിങ് ആവട്ടെ? ആക്നെ മുഖക്കുരു. ആക്നെ മുഖക്കുരു. സ്കാർസ് അടയാളം. പിഗ്മെന്റേഷൻ കരുവാളിപ്പ്. വിറ്റിലിഗോ പാണ്ഡുരോഗം. മോൾസ് മറുക്. വാട്സ് അരിമ്പാറ. ഓക്കെ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇയർ നോസ് ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിച്ച് ഈസ് ഫെമിലിയർ ആണ്. നമുക്കൊക്കെ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT അല്ലെങ്കിൽ ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്നത്. കാരണം ഒരിക്കലെങ്കിലും നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാതെ പറ്റില്ല. കൊച്ചുങ്ങളെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൊച്ചുങ്ങൾ ഇപ്പോൾ ഉള്ളവർക്കും ഒക്കെ അറിയാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സന്ദർശിക്കേണ്ട സ്ഥലമാണ്. കൊച്ചുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെവിവേദന അല്ലെങ്കിൽ തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ആ നെയിമില് നെയിം ഇൻഡിക്കേറ്റ്സ് ദ ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അവർ ഇയർ നോസ് ആൻഡ് ത്രോട്ട്. നമ്മുടെ ചെവി, മൂക്ക്, അതുപോലെ തൊണ്ട ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. And a doctor who is specialized in this department is also meant for the surgical treatment. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇതിനകത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻസ്, സർജറീസും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹെഡ് നെക്ക് പാർട്ടിൽ, അതായത് നമ്മുടെ തലയും അതുപോലെ തന്നെ കഴുത്തും ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സർജറീസ് ഇവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ദേ ആർ നോൺ ആസ് ENT സർജൻ. അതുകൊണ്ട് ഇവരെ ENT സർജൻ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നും ഇവർക്ക് പേരുണ്ട്. ഓട്ടോലറിംഗോളജിസ്റ്റ് those who perform the ENT സർജറി. ENTയിൽ സർജറീസ് നടത്തുന്നവരെയാണ് നമ്മൾ ഓട്ടോലറിംഗോളജിസ്റ്റ് അല്ലെങ്കിൽ ENT സർജൻ എന്ന് വിളിക്കുക. അവരോട് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് തന്നെ തരം നോക്കുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ആൻഡ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കവർ ചെയ്യുന്ന ഒരു ഏരിയ പറയുന്നത് ഇയർ, നോസ്, പിന്നെ നമ്മുടെ നോസ് മാത്രമാണ്. നോസ് പറയുമ്പോൾ നമ്മൾ ഈ മൂക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതാണ് അല്ല, നീസൽ പാസേജ് ഉൾപ്പെടെയാണ്. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ അത് പാസ് ചെയ്ത് നമ്മുടെ എവിടെ വരെ എത്തണം? നമ്മൾ എടുക്കുന്ന ശ്വാസം എവിടേക്ക് എത്താം? ശ്വാസകോശം, ലങ്സിലേക്ക് എത്തണം അല്ലെ. അപ്പൊ അത് പാസ് ചെയ്ത് പോകാൻ ഒരു വഴി ഉണ്ടാവുമല്ലോ, ആ പാസേജ് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. പിന്നെ നമ്മുടെ സൈനസസ് ലാരിങ്സ്, ദാറ്റ് മീൻസ് അവർ വോയിസ് ബോക്സ്. നമ്മളിത് ചുണ്ടനക്കിയാണ് സൗണ്ട് വരില്ല അല്ലെ. ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ വോയിസ് ബോക്സ് ഉണ്ട്.
ബോക്സ് നമുക്കറിയാലോ. നമ്മൾ ഈ പറയുന്ന ഫോണിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളൊക്കെ പലതും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ വോയിസ് വരണം, പുറത്തേക്ക് വരണം അല്ലെ. ആ വോയിസിന്റെ ഒരു ബോക്സ് അത് കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്ന ഒരു സംഭവമുണ്ട്. ആ ബോക്സ് വെച്ച് അതിലാണ് ഇത് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഞാനും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് ചുണ്ടടിക്കാനും എനിക്ക് എന്തെങ്കിലും പറയാം, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് വേണം? ഐ ഹാവ് ടു മേക്ക് സം വോയിസ് അല്ലെ, സൗണ്ട് ആയിട്ട് പുറത്തേക്ക് വരണം. അത് കൂട്ടാം കുറയ്ക്കാം, എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സാധനം തന്നെയാണ് വോയിസ് അല്ലെ. അപ്പൊ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങള് ഓറൽ ക്യാവിറ്റി, മൗത്തില് നമ്മുടെ വായിക്കാതുണ്ടാകുന്ന കോഡ്, പിന്നെ ത്രോട്ട് പ്രോബ്ലംസ്, ആസ് വെൽ ആസ് അവർ സ്ട്രക്ചർ ഓഫ് അവർ നെക്ക് ആൻഡ് ഫേസ്, നമ്മുടെ കഴുത്ത് അതുപോലെ തന്നെ മുഖം, ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ ചില കുട്ടികൾക്ക് ജന്മനാ വന്നതായിരിക്കും കഴുത്തൊക്കെ ഇച്ചിരി ചരിവ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതിനെല്ലാം ഇന്ന് ഈ പറയുന്ന ENT ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്? ട്രീറ്റ്മെന്റ് ഉണ്ട്. മാത്രമല്ല ഇത് പ്രൊവൈഡ്സ് വെറൈറ്റീസ് ഓഫ് എയിൽമെന്റ്. ഇനിയും ഒരുപാട് എയിൽമെന്റുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എയിൽമെന്റ് മീൻസ് ഒരു ക്യൂറിങ്, ഹീലിംഗ്. എവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ENT ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഹീലിംഗ് ആണ് നടക്കുന്നതെന്ന് അവിടെ വേറെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ആ മുകളിൽ പറഞ്ഞ പാസേജ് മനസ്സിലായോ? അല്ലെങ്കിൽ ആ പാരഗ്രാഫ് മനസ്സിലായോ? എനി ഡൗട്ട് ഫ്രം ദാറ്റ് പാരഗ്രാഫ്? ആ പാരഗ്രാഫിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇയർ, നോസ്, നേസൽ പാസേജ്, അതായത് നമ്മളുടെ സൈനസസ്, ലാരിങ്സ്, ദാറ്റ് മീൻസ് വോയിസ് ബോക്സ്, അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ അതിന്റെ മീനിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓറൽ ക്യാവിറ്റി, വായിക്കാത്തുണ്ടാകുന്ന പല്ലുകൾക്കുണ്ടാകുന്ന കോഡുകള്, മൗത്ത് ത്രോട്ട് പ്രോബ്ലംസ്, സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് നെക്ക് ആൻഡ് ഫേസ്, ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഇയർ, നോസ്, ത്രോട്ട്. നമ്മളപ്പോ സാധാരണ നമുക്കുണ്ടാകുന്ന ചെവി വേദന അല്ലെങ്കിൽ മൂക്ക് ചൊറിച്ചില് ഇതിനു വേണ്ടി മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് സമീപിക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ വോയിസ് ബോക്സിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു അപ്പൊ നമുക്ക് അവരെ സമീപിക്കാം. അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി, നമ്മുടെ പല്ലിനുണ്ടാകുന്ന കോഡ് സംബന്ധമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഡെന്റൽ മാത്രമല്ല, ഡെന്റിസ്റ്റുകളെ മാത്രം അല്ല, അത് കഴിഞ്ഞ ശേഷം അവരെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനും പറ്റും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ കഴുത്ത്, തല, എന്താ പറയാ, ഫേസ്, ഇതൊക്കെ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്, അതിന്റെ ആ ഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ENT ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മറ്റ് സർവീസസ് അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെന്റുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് താഴെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകുന്ന ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ്, ചെവി അതുപോലെ തന്നെ മൂക്ക് അതുപോലെ തന്നെ ത്രോട്ട്, അതിനുണ്ടാകുന്ന ചില രോഗങ്ങൾ അത് നമുക്ക് ഇവിടെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്ക് ലംസ് ലംബ് എന്ന് പറഞ്ഞാൽ എൻലാർജ്മെന്റ് ആണ്. ഈ കഴുത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ചില തടിപ്പ്, ഒരു നീർക്കെട്ട് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു എൻലാർജ്മെന്റ് ഉണ്ടാകും. മേ ബി കോസ്ഡ് ബിക്കോസ് ഓഫ് ദ ഇൻഫെക്ഷൻസ്. അപ്പൊ എന്തെങ്കിലും രോഗങ്ങളുടെ, പല രോഗങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന്റെ ഇൻഫെക്ഷൻ ആകാം. സംടൈംസ് ഇറ്റ് മേ ബി എ ലംബ് വിച്ച് ഈസ് എ കോസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാകാം. എന്നാൽ ഈ പറയുന്ന എല്ലാത്തിനും ക്യാൻസർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന തടിപ്പാകും. അപ്പൊ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് കഴുത്തിനുണ്ടാകുന്ന ഈ തടിപ്പുകൾ അത് നമുക്ക് ENT-യിലാണ് ക്യൂർ ചെയ്യുന്നത് കേട്ടോ. എൻലാർജ്മെന്റ് ആൻഡ് പാർട്ട് ഓഫ് അവർ അതന്നെ ഗോയിറ്റർ മാത്രമല്ല അല്ലാതെയും എന്ത് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം പല രീതിയിൽ. അതുപോലെ തന്നെ ക്യാൻസർ രൂപത്തിൽ, ക്യാൻസറിന്റെ ഫലമായിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസിലോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നെക്കിലുണ്ടാകുന്ന എൻലാർജ്മെന്റ്, അതിനെയാണ് നമ്മൾ നെക്ക് ലംബ് എന്ന് വിളിക്കുക. അത് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസേഴ്സ് ഓൺ ദ പാർട്ട് ഓഫ് അവർ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, നമ്മുടെ കഴുത്ത് അതുപോലെ തന്നെ തല, ഈ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസേഴ്സ്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരേ പോയിന്റ് തന്നെയാണ്. അത് ബൈ മിസ്റ്റേക്ക് വന്നായിരിക്കും, ഒരെണ്ണം സ്ട്രൈക്ക് ചെയ്തേക്കാം. ടിയർ ഡക്ട് പ്രോബ്ലം, അത് മറ്റൊരു പ്രശ്നമാണ്. ടിയർ ഡക്ട് പ്രോബ്ലം, അതായത് കണ്ണുനീര് വരുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക. ഡക്ട് എന്ന് പറഞ്ഞൊരു ഓപ്പണിങ്ങിനെയാണെന്ന് പറയുന്നത്. ചെറിയ ദ്വാരം, പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി, ആ ഒരു ഡക്ട്, ആ ഒരു എന്താ പറയാ ദ്വാരം, അതിനെയാണ് നമ്മള് ഡക്ട് എന്ന് വിളിക്കുക. അങ്ങനെ ടിയർ ഡക്ട് പ്രോബ്ലം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരിലേക്ക് ചിലപ്പോൾ എരിയുന്നത്, പുക കണ്ണിലേക്ക് അടിച്ചാല് അല്ലെ, സങ്കടം വരുമ്പോൾ, ഉള്ളി എരിയുമ്പോൾ അല്ലെ ഒക്കെ നമ്മളുടെ കണ്ണിൽ നിന്ന് വരും
എല്ലാവരുടെയും കണ്ണിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സാധനമാണ് കണ്ണുനീര് പുറത്തേക്ക് വരും അല്ലെ. എന്നാൽ ചില ആളുകളുടെ കണ്ണൊക്കെ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും. അത് എത്ര ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്താലും അതിന്റെ ഒന്നും റിഫ്ലക്ഷൻ കണ്ണിൽ വരില്ല. ദാറ്റ് മീൻസ് അവർക്ക് ആ ഒരു ഡസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരിക്കും ആ കണ്ണുനീര് പുറത്തേക്ക് ചാടാനുള്ള ആ ഒരു വഴിയില്ലേ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് കൊണ്ടായിരിക്കാം അതങ്ങനെ വരാത്തത്. സോ റിമൂവിങ് ദാറ്റ് ബ്ലോക്കേജ്, ആ ഒരു ഡസ്റ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളും റിമൂവ് ചെയ്ത് കൊടുക്കുന്ന ഒരു അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവര് എന്താ പറയാ ഒരു ചെറിയൊരു പ്രോബ് പോലത്തെ ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അതിനകത്തേക്ക് വാട്ടറും മരുന്നും ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ അത് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത വാട്ടറും മരുന്നൊക്കെ ചേർത്തിട്ട് ആ ഡക്റ്റിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും. ആ ഒരു ദ്വാരത്തിൽ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യും. അപ്പൊ അതങ്ങനെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് അത്രയും വലിയ ഫോഴ്സിലും ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റ് കൊടുത്ത് ടിയർ ഡക്ട് പ്രോബ്ലത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ്. ക്ലിയർ ആയോ എന്താണ് ടിയർ ഡക്ട് പ്രോബ്ലം? ഡ്രൈ ഈ ഐസിൽ, അതായത് കണ്ണുനീര് വരാത്ത ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ടിയർ ഡക്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബാലൻസിങ് ഡിസോർഡർ എന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പൊ മിക്ക ആളുകൾക്കുണ്ട് ഇയർ ബാലൻസിന്റെ പ്രോബ്ലംസ് അല്ലെ. ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു രോഗമാണ് ഇയർ ബാലൻസ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഫ്ലൂയിഡിലുണ്ടാകുന്ന ആ ബാലൻസിങ് കറക്റ്റ് ആകാത്തതുകൊണ്ട് ആ ഫ്ലൂയിഡ് ഇങ്ങനെ അനങ്ങുമ്പോൾ ചില ഭയങ്കരമായിട്ടുള്ള തലവേദന, തലയ്ക്ക് എന്തോ ഒരു ഭാരം കയറ്റി പോലെ, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസീസ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ആ പ്രോബ്ലംസ് നമ്മൾ ക്യൂർ ചെയ്യുന്നുണ്ട്. സ്നോറിംഗ് പ്രോബ്ലം, സ്നോറിംഗ് എന്താണ്? സ്നോറിംഗ് കേട്ടുണ്ടോ? കൂർക്കമ്പനി കേട്ടുണ്ടോ? അവസാനം അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ENT അലർജി പ്രോബ്ലംസ്, അതായത് ഇയർ നോസ് ത്രോട്ട് സംബന്ധമായിട്ടുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ദെൻ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, സലൈവ എന്താ? കുമിനീർ ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. കുമിനീര് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കപ്പെടണം അല്ലെ. എന്താണ് കാരണം? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സലൈവ. സോ സലൈവറി ഗ്ലാൻഡ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്ലാൻഡിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നാൽ ആവശ്യത്തിന് സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴാണ് വരും? ഡൈജഷനെ ബാധിക്കും, പിന്നെ വേറെ രോഗമായിട്ട് വരും. ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഈ ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഡൈജഷൻ ഡിസോർഡേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവരിലും എന്താ പറയാ തലവേദന, പനി ഒക്കെ ആയിട്ട് വയറിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. അപ്പൊ വയറിന്റെ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും. അപ്പൊ വയറ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ ക്ലിയറിംഗ് ആയിട്ടുള്ള പ്രോസസ് നടക്കേണ്ട സ്ഥലം കൂടിയാണ്. അപ്പൊ ദഹനം ഇല്ലായ്മ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് അസുഖങ്ങളായിട്ടൊക്കെ റിഫ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, അതുപോലെ തന്നെ വോയിസ് ഡിസോർഡേഴ്സ്, നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ചില ആൾക്കാർക്ക് സൗണ്ട് ഇല്ലാതെ പോകും ചില സമയങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ സൗണ്ടിൽ മാറ്റം, നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികളിലൊക്കെ സൗണ്ടിലൊക്കെ മാറ്റം വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ വരാതിരുന്നു കഴിഞ്ഞാല് നമുക്ക് അതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. സൗണ്ടിൽ വ്യത്യാസം വരണം ആൺപിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ. അപ്പൊ അത്തരം ഡിസോർഡേഴ്സ് അത് മാത്രമല്ല, സാധാരണ ഉണ്ടാകുന്ന സൗണ്ടിലുണ്ടാകുന്ന വോയിസിലുണ്ടാകുന്ന ഡിസോർഡറിലൊക്കെ നമുക്ക് ഈ പറയുന്ന ENTയിൽ ക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പൊ ENT പ്രൊവൈഡ് ചെയ്യുന്ന വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് ജനറൽ ഇയർ നോസ് ത്രോട്ട് ഡിസീസസ്, നെക്ക് ലങ്സ്, ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, tear duct problem, balancing and hearing disorders, snoring, ENT allergy problems, salivary gland diseases and voice disorders. Clear ആയോ? ENT മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അത് ഇയർ നോസ് ത്രോട്ട് ഒന്ന് വേഗം വായിച്ചു നോക്ക്. സെന്റൻസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. നോട്ട് ഞാൻ ലാസ്റ്റ് തന്നോളാം. എന്താണ് 1-2 ഏതാത് നെക്ക് ലംസ് എന്താന്ന് ഞാൻ എഴുതി തരാം. ജസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയാം. നമുക്ക് അറിയില്ലാത്ത, ഒട്ടും അറിയില്ലാത്ത കാര്യങ്ങളുടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കുഞ്ഞു സെന്റൻസ് ആയിട്ട് ഞാൻ തന്നോളാം. ബാക്കിയൊക്കെ ഏകദേശം അറിയാം. നെക്ക് ലംസും പിന്നെ അതുപോലെ തന്നെ ടിയർ ഡക്ട് പ്രോബ്ലം, ബാക്കിയൊക്കെ വേർഡ് വായിച്ചാൽ ഏകദേശം മനസ്സിലാകുന്നതാണ് അല്ലേ? അല്ലേ? പറയേ.
അങ്ങനെ എന്തെങ്കിലും ഓക്കെ, അത്രയും ഞാൻ പറഞ്ഞു തന്നോളാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് രണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുണ്ടാവുന്ന കാര്യമല്ല. നെക്ക് ലംസ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ടിയർ ഡക്റ്റ് പ്രോബ്ലം ചിലർക്കൊക്കെ മറ്റതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അതൊക്കെ ക്ലിയർ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന നോട്ട് തന്നെ ഇനഫ്, അത് തന്നെ ധാരാളം ഉണ്ട്. ഓക്കെ, യെസ്, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എൻഡോക്രൈനോളജി. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇതെന്താണ് എൻഡോക്രൈനോളജി? എൻഡോക്രൈനോളജി ഇസ് ദ മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ അന്തസ്രാവി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അന്തസ്രാവി. അതൊരു അന്തസ്രാവി അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു അവയവമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് അല്ല ഉദ്ദേശിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന എല്ലാത്തിലും വരുന്ന അത്തരം അവയവങ്ങളെ അല്ലെങ്കിൽ അത്തരം ഓർഗൻസിനെ ബാധിക്കുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. ദാറ്റ് മീൻസ് എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ്, ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഓർഗൻസ് ഇൻക്ലൂഡഡ് ഇൻ അവർ എൻഡോക്രൈൻ സിസ്റ്റം? നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അവയവങ്ങൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ്? പാൻക്രിയാസ്, thyroid, parathyroid, pineal, hypothalamus, adrenal glands, pituitary glands, and ovaries and testes. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരിക. ഏതൊക്കെയാണ്? പാൻക്രിയാസ്, നമ്മുടെ ശരീരത്തില് ഫാറ്റ്, കൊളസ്ട്രോള്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഇതൊക്കെ ആവശ്യത്തിന് വേണം. അതൊക്കെ എന്താ പറയാ, അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ കഴിവുള്ള ചില എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പാൻക്രിയാസ് ഗ്രന്ഥി, ഇതാണ് ഞാൻ എഴുതി തരാട്ടോ, പാൻക്രിയാസ് ഗ്രന്ഥി. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി, പാരാതൈറോയ്ഡ്. തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അതിന്റെ തന്നെ അപ്പുറത്തുമായിട്ട് എന്താ പറയാ കുറച്ച് ഓവൽ ഷേപ്പിൽ വരുന്ന രണ്ട് പെയേഴ്സ് ഓഫ് മറ്റ് രണ്ട് തൈറോയ്ഡ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിനെയാണ് പാരാതൈറോയ്ഡ്. ഇതിനോട് പാരലൽ ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പാരാതൈറോയ്ഡ്. പിന്നെ എന്താണ്? പീനിയൽ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ പൈനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. പൈനിയൽ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡ്സ് എന്നും കൂടി എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാം. ഇറ്റ് കൺട്രോൾസ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അതായത് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് അതിന്റെയൊക്കെ ഒരു താളക്രമം എന്താ പറയാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രന്ഥി ഉണ്ട്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കാലത്തോടെയും വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളോട് എല്ലാ ദിവസവും ആരെങ്കിലും പറയണോ? നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ? ഇത്രയും മുതിർന്നവരായ നമ്മള് കൊച്ചുകുട്ടികളെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് അവരെ അങ്ങനെ ശീലിപ്പിക്കുന്നതാണ് അല്ലെ നമ്മള്. അത് കുറച്ച് കഴിയുമ്പോൾ അവരും അത് എന്താ പറയാ മനസ്സിലാകും. രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് അധികം നാളൊന്നും ചെയ്യണ്ട, കുറച്ച് ദിവസങ്ങളൊക്കെ വരെ. അതായത് കൊച്ചുകുട്ടികൾ ഒരു ഏകദേശം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടം വരെ അല്ലെ. നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മളത് പറഞ്ഞ് ശീലിപ്പിക്കുന്നത് അവരത് പിന്നീട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ പിന്നെയും ഫോളോ ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുക അല്ലെ, നമ്മൾ മുഖം കഴുകുക, ബ്രഷ് ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇതൊക്കെ ഒരു ക്രമത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ആരാണ് നമുക്ക് അതിനുള്ള ഇൻഫോർമേഷൻസ് തരുന്നത്? എല്ലാ ദിവസവും ഇങ്ങനെ ആരാ? അതെ, നമ്മുടെ ബ്രെയിൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഓരോന്നിനുള്ള കൺട്രോളിംഗ് ഒക്കെ കൊടുത്ത് ആ ഇൻഫോർമേഷൻസ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എഴുന്നേറ്റുക, ബെഡിൽ നിന്ന് താഴെ എഴുന്നേറ്റാൽ അവിടെ നിൽക്കുകയാണോ ചെയ്യണം? അല്ല, നമ്മൾ മുന്നോട്ട് നടക്കും എഴുന്നേറ്റ് അല്ലെ. ദൈവമേനെന്ന് വിചാരിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കും. എവിടേക്കായിരിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം പോകുന്നത് ഒരു വാഷ് ബേസിന്റെ അടുത്തേക്ക് ബ്രഷ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക് ആയിരിക്കാം. അങ്ങനെയൊക്കെ പോകും നമ്മള്. അപ്പൊ എന്താണ് അത്? ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആ ഒരു കാര്യം നടക്കും. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കാലുകളിലേക്കും നമ്മുടെ കൈകളിലേക്കും ഒക്കെ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡെയിലി റുട്ടീൻ നമ്മളെ കൂടി ചെയ്യിപ്പിക്കുന്ന ഒരു ക്രമമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ എന്താ പറയുക, നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ അതിന് പേരുണ്ട്. ഓക്കെ, അതിന് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡും ആണ് അത്. ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ അതിന് പേരുണ്ട്. പിന്നെ അഡ്രിനൽ ഗ്രന്ഥികള്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് നമ്മുടെ കിഡ്നിയുടെ എന്താ പറയാ മുകളിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിന്നെ വേറെ ഉള്ളത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മാസ്റ്റർ ഗ്ലാൻഡ്. ഏറ്റവും മാസ്റ്റർ ആയിട്ടുള്ള ഗ്ലാൻഡ് ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരു എന്താ പറയാ പീനട്ടിന്റെ, അതായത് നമ്മുടെ പയറുവിത്തിന്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ളതാണ്. ദെൻ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, അറിയാലോ അല്ലെ. അതായത് സ്ത്രീകളുടെ പുരുഷന്മാരുടെയൊക്കെ എന്താ പറയാ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഓർഗൻസ് ആണ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പൊ ഇതെല്ലാം കൂടി കളക്റ്റീവ് ആയിട്ടാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർന്ന ഈ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നാണ്
ഒറ്റ വേർഡിൽ അവിടെ ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ ഈ പറയുന്ന ഗ്ലാൻഡുകൾക്കും അതുപോലെ തന്നെ ഓർഗൻസിനൊക്കെ ഉണ്ടാകുന്ന ഡിസീസസിനെ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇത് ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. വിച്ച് ഓൾസോ സ്റ്റഡീസ് ദ ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ടു ഗ്ലാൻഡ്സ്. ഹോർമോണുകളെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ, ഓരോ ഗ്രന്ഥിയിൽ ഏതൊക്കെ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ക്ലോസ്ലി വർക്ക്സ് വിത്ത് ഒഫ്താൽമോളജി. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ്? ഒഫ്താൽമോളജി, കണ്ണിനകത്ത് കുറെ ഗ്രന്ഥിയില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ സർജിക്കൽ ഓങ്കോളജി നമുക്കറിയാം, സോറി റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ക്യാൻസർ നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻസിനെ ബാധിക്കുന്നത് അത് ചില അതിന്റെ ആ ഒരു അവയവങ്ങളെ കണക്ട് ചെയ്യുന്ന ഗ്രന്ഥികളിലും അത് വരും. അപ്പൊ ഈ റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെയുള്ളവർക്ക് റേഡിയേഷൻ കൊടുക്കണം. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഗ്രന്ഥികളിലൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെതായിട്ട് എൻഡോക്രൈനോളജി സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്സ്റ്റട്രിക് സർജറീസ്. ഒബ്സ്റ്റട്രിക്സ് എന്താ? മദർ ചൈൽഡ് അവർക്ക് എന്താ പറയാ, പ്രസവത്തിന് മുൻപും പ്രസവത്തിന്റെ സമയത്തും പ്രസവത്തിന് ശേഷവും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെയുള്ള സർജറീസ് ഒക്കെ നടത്തുമ്പോൾ അതും ഗ്രന്ഥികളെയൊക്കെ ബാധിക്കാൻ വേണ്ടിയുള്ള ആ സർജറീസിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്ലാൻസിനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻസ്, അങ്ങനെ ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഈ ഒരു എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനുള്ളത്. And also it includes medical problems such as diabetes, nutrition problems. അതായത് ഡയബറ്റീസ്, ഷുഗർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ന്യൂട്രീഷൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് പോഷകങ്ങളൊക്കെ വേണം, കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓസ്റ്റിയോപോറോസിസ്, ദാറ്റ് മീൻസ് കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാക്കുന്ന, അതായത് കാൽഷ്യത്തിന്റെ കുറവുകളോ അല്ലെങ്കിൽ കൂടുതലോ കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ളത് എന്താണ് എന്താ പറയാ, അസ്ഥിക്ഷയം അല്ലെ, അങ്ങനെ പറയുന്നത് മലയാളത്തില്, അസ്ഥിക്ഷയം പോലെയുള്ള കാര്യങ്ങള്. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനാൽ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ എന്താ പറയാ ഈ ഗൊണാഡ്, ഇത് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയൊക്കെ ബാധിക്കുകയാണെങ്കിൽ അത്. തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ ഇന്റർസെക്സ് മെഡിസിൻസ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്പെഷ്യൽ, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആയിട്ടുള്ളവര്, അതുപോലെ ഇന്റർസെക്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അതൊക്കെ നമ്മുടെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലാണ് കൊടുക്കുക. പലതരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻസ്, ഏതെങ്കിലും അവയവങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഗ്രന്ഥികളെയൊക്കെ ബാധിക്കും. അതൊക്കെ എടുത്തും ഒരാളിൽ നിന്ന് എടുത്ത് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ കൊടുക്കുമ്പോൾ അപ്പൊ അത് ഗ്ലാൻഡുകളെയൊക്കെ മുറിച്ചിട്ട് വേണം ഇതൊക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻസും ഈ പറയുന്ന എൻഡോക്രൈനോളജി സിസ്റ്റത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒത്തിരി ട്രീറ്റ്മെന്റുകളാണ് എൻഡോക്രൈനോളജി സിസ്റ്റം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലായോ? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ എഴുതാനുള്ളത് കുറച്ചങ്ങോട്ട് എഴുതിയതിന് ശേഷം ഇനി ബാക്കി സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല, എഴുതാനായിട്ട് നമ്മുടെ സമയം ചിലപ്പോൾ തികയേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു തുടങ്ങിയത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നമുക്കൊന്നും എഴുതാനൊന്നുമില്ല. ഡെർമറ്റോളജിയിൽ ആ മീനിങ് ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്തത് ആ നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാതെ. ENT ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ അകത്ത് താഴെ സബ്ജക്റ്റ് ആയിട്ട് നെക്ക് ലംസ് ഒന്ന് എഴുതാം. നെക്ക് ലംസ്, NECK, നെക്ക് ലംസ്. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യക്കാര് പറഞ്ഞപ്പോൾ മനസ്സിലായി, ഇനി എനിക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളവർ ഓക്കെ, ഞാൻ ആരെയും കമ്പലില്ല, വേണമെങ്കിൽ മാത്രം എഴുതിയിരിക്കാം. ഇത് നമ്മൾ എക്സ്ട്രാ നോട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഈ നെക്ക് ലംബ് എന്താണെന്നൊന്നും പരീക്ഷിക്കുന്നുണ്ടാവില്ല, പക്ഷെ എങ്കിൽ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ എന്താണോ ടീച്ചർ പറഞ്ഞത്, ചിലപ്പോൾ ചിലർക്ക് അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നോട്ടായിട്ട് കൊടുക്കുന്നത്. നമ്മൾ റെഫർ ചെയ്യാണല്ലോ, അപ്പൊ അതിന്റെ ഒപ്പം ഒന്ന് ചേർത്ത് റെഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യതയുള്ളതാണ്. എൻലാർജ്ഡ് നെക്ക് ലംസ് എന്ന് എഴുതിയിട്ട് അതിന്റെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എൻലാർജ്ഡ്, ENLARGED, എൻലാർജ്ഡ് ലിംഫ്.
LYMPH, lymph, caused by നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന ലിംഫിലെ ഒരു വള്ളി വെച്ച സാധനം അവിടെയൊക്കെയാണ് ഈ ഒരു തടിപ്പ് വരാം വീർപ്പ്. ലിംഫ് caused by bacteria, viral infections, or cancer, etc. Next, side heading, അടുത്തത് heading എടുക്കുക. Tear duct problem. ഒരു ഹൈഫൻ ഇട്ടിട്ട് ഡ്രൈ ഐസ് എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടോ. ഡ്രൈ ഐസ്. അതായത് കണ്ണുനീരില്ലാത്ത ഒരു കണ്ണുകളാണ് ഉദ്ദേശിച്ചേക്കണേ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Tear duct problem is solved, SOLVED, solved by probing, PROBING, probing using a thin metal instruments, thin metal instruments through the tear duct, കണ്ണുനീര് വരുന്ന ഓപ്പണിംഗ്, ആ ദ്വാരം, through the tear duct to open the blockage, by flushing, FLUSHING, flushing sterile water, sterile water to make sure that the pathway is clear, ആ ഒരു കണ്ണീർ ഒഴുകി വരുന്ന ആ വഴി അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റെറൈൽ വാട്ടർ ഫ്ലഷ് ചെയ്ത് ആ ബ്ലോക്കേജ് മാറ്റി കൊടുക്കുന്നു എന്നാണ്. അപ്പൊ ക്ലിയർ ആയോ? ടിയർ ഡക്ട് പ്രോബ്ലം മനസ്സിലായോ? അതെങ്ങനെയാ റിമൂവ് ചെയ്യണേന്ന് മനസ്സിലായല്ലോ? അടുത്ത് പറയാൻ പോണേ. യെസ്, നെക്സ്റ്റ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുക. എൻഡോക്രൈനോളജി. അടുത്തത് ആദ്യത്തേത് ഇതാ, പാരാതൈറോയിഡ്. പാൻക്രിയാസ് നമ്മൾ വേറെ സ്ഥലത്ത് കൂടി എഴുതുന്നുണ്ട്, അന്നേരം പറയാം. പാരാതൈറോയിഡ് ഒരു ഹൈഫൻ ഇടുക. 2 pairs of TWO, രണ്ട് നടത്തുള്ളതാണ്. 2 pairs, that means 4, 4 ഉണ്ടാവും അല്ലെ. 2 pairs of small oval shaped glands, oval shaped glands located next to the thyroid gland. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ടപ്പുറത്ത് ഓവൽ ഷേപ്ഡ് ആയിട്ട് ചെറിയ 2 ജോഡി എന്താ പറയാ ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയ്ഡ് എന്ന് വിളിക്കുക. പിന്നെന്താ പൈനിയൽ ഹൈപ്പോതലാമസ് പറഞ്ഞില്ല അല്ലെ, പറയാം. പൈനിയൽ ഏതാ? which controls the day-to-day activities,
of human being. Day-to-day activities of human being. Pineal gland. In the bracket, you check the smallest gland. Smallest gland or biological clock. Biological clock. Smallest gland, biological clock. And the third is pineal gland. Clear ayo? Ini അടുത്തത് hypothalamus. Hypothalamus നമ്മൾ എഴുതിയില്ല. എന്താ hypothalamus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a part of our brain. അല്ലെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് hypothalamus എന്ന് പറയുന്നത്. എന്താ hypothalamusന്റെ പ്രവർത്തനം? Hypothalamus എന്താ ചെയ്യുന്നത്? നമുക്ക് ഉണ്ടാകുന്ന വിശപ്പ് അല്ലെ, ഹങ്കർ, പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഇൻ അവർ ബോഡി, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെയാണ്. ഓക്കെ, എല്ലാം പറയാം. Yes, അപ്പൊ hypothalamus ചെയ്ത hypothalamus ഒരു ഹൈപ്പറേറ്റഡ് ചെയ്ത is a part of brain. 5 ഭാഗങ്ങളുണ്ട്, അതിലൊരു ഭാഗമാണ്. is a part of brain which controls temperature, 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 comma, water level, WATER, water level, comma, hunger, HUNGR, hunger, etc. Next one is the pituitary gland. Pituitary gland in the bracket, Piyush gland is the Piyush gland or pituitary gland. Then, that's master gland is the commentary, master gland. Gland is the master. Okay, പിന്നെ നമ്മളുടെ ഈ എൻഡോക്രൈനോളജിയിൽ ഏതൊക്കെ മൾട്ടിപ്ലാനറി അപ്രോച്ച് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ളതെന്ന് ഈ സാറിന്റെ പേരുകളൊക്കെ മറക്കണ്ട കേട്ടോ. ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗൊണാഡൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡർ, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻ ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, പഠിച്ചാൽ മതി ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്ന്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എഴുതിയില്ല എല്ലാവരും നോട്ട്? ഞാനെങ്കിലും നോട്ട് എഴുതാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് ആരെങ്കിലും ഒന്ന് കൊടുത്തേക്കണേ. ആരെങ്കിലും ചോദിച്ചാല് നിങ്ങൾ എഴുതിയ നോട്ട് ഒന്ന് ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഫോർവേഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എഴുതിയ നോട്ട് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമ്മളുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ, അതാത് ക്ലാസ്സിൽ ചിലപ്പോ ചിലർ ഭയങ്കര സ്ലോ ആയിട്ട് എഴുതാനായിട്ടേ, അപ്പൊ നമുക്കറിയില്ലല്ലോ എല്ലാവരും ഏതോ ഒരു സ്പീഡിൽ പോണേന്ന്. ആവറേജ് സ്പീഡിലാണ് നമ്മൾ പറയുന്നത്. ചിലര് ഇത്തിരി ഡിസ്റ്റൻസിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ അത്ര എളുപ്പം എഴുതി എത്തൂല, കുറച്ച് നമ്മളെക്കാളും സ്പീഡ് ആവും അവര്. അപ്പോൾ തുടക്കം ആയതുകൊണ്ടൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നോട്ട്. ഓക്കെ, യെസ്. ദെൻ അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് നോക്കാം, ജെറിയാട്രിക്സ്. അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി പറയാനുള്ള സമയമുണ്ട്, ജെറിയാട്രിക്സ്. ഇതെന്താ ജെറിയാട്രിക്സ് എന്ന് വേണ്ടിയിട്ടാ? ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ് വിച്ച് സഫേർഡ് ബൈ എൽഡർലി പീപ്പിൾ, അല്ലെ? അതായത് കുറച്ച് പ്രായം ചെന്ന ആളുകള് സഫർ ചെയ്യുന്ന പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് വയസ്സായി കഴിയുമ്പോൾ ഒരു 10-20-25 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. വയസ്സായ മനുഷ്യന്മാരെ എന്താ പറയാ കയറി പിടിക്കുന്ന ചില രോഗങ്ങളുണ്ട്, അല്ലെ? അതായത് എല്ലുകൾക്ക് ബലക്കുറവുണ്ടാവും, വിറയല്, തലചുറ്റല്, ഇതൊക്കെ ഇല്ലേ? ഇതൊക്കെ കോമൺ ആയിട്ട് അവരെ സംബന്ധിക്കുന്ന ചില അസുഖങ്ങളാണ്. അപ്പൊ അത്തരം അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാത്രം, അതായത് അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് സമ്പാദിച്ചിരിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിരിക്കും ജെറിയാട്രിക്സ് വിഭാഗത്തിൽ ഉണ്ടാകുക. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഓൾസോ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറെ എന്താ പറയാ ടൈപ്പ് ഓഫ് ഇൽനസുകൾ എന്ന് പറയുന്നത് സ്ട്രോക്ക്, അല്ലെ? സ്ട്രോക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ
പെട്ടെന്നൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് തലച്ചിട്ട് വീഴുക, ചിലരൊക്കെ ഇങ്ങനെ അങ്ങനെ തന്നെ ആയിപ്പോകും. ഒരുപാട് നാള് ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും, കൊമ സ്റ്റേജിൽ പോകും, അതൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് അവർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ അല്ലെങ്കിൽ ദഹനക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. ബിക്കോസ് അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കുമല്ലോ, എപ്പോഴും ഇരിപ്പും കിടപ്പൊക്കെ. അപ്പൊ ഒത്തിരി അങ്ങനെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അബ്ഡോമിനൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക്സ്, ഷുഗർ അല്ലെ, അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നും ആ ഷുഗർ കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തും. സോ സംടൈംസ് ഇറ്റ് മേ ഗോ ബിയോണ്ട് ദ ലിമിറ്റ് ഓർ ആവറേജ്. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ആ ഒരു ആവറേജ് ലിമിറ്റിനേക്കാൾ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അധികം ഷുഗർ കണ്ടന്റ് ബ്ലഡിലേക്കൊക്കെ കയറും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയബറ്റിസ് വിളിക്കുക. അത്തരം പ്രോബ്ലംസ് വയസ്സാവുന്നതിൽ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് ഡൂയിങ് എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്. കാരണം അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മൾ കുറവായിരിക്കും. പ്രായമൊക്കെ ആയില്ലേ, അവിടെ ലോട്ട് മൂലക്ക് ഇരിക്കുന്നൊക്കെ പറയും അവരോട്, അപ്പൊ വീട്ടിലുള്ളവരെ. അപ്പൊ അതുകൊണ്ട് അവര് ഒന്നും ചെയ്യാതെയൊക്കെ ചിലപ്പോൾ വയസ്സായിപ്പോ വയ്യാണ്ടായിട്ട് അങ്ങനെ ചെപ്പൊക്കെ കിടക്കും ഇരിപ്പൊക്കെ ആകുമ്പോഴും അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ വെറുതെ അങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഒരു ലിമിറ്റ് ഇല്ലാതെയൊക്കെ ചായ മധുരമൊക്കെ ഉപയോഗിക്കുക, ഭക്ഷണം ചോറൊക്കെ കൂടുതൽ കഴിക്കുക, അങ്ങനെ വരുമ്പോ വീണ്ടും അവിടെ ഷുഗർ കണ്ടന്റ് കൂടി വരും. അപ്പൊ അത് എന്താ പറയാ, ബേൺ ചെയ്ത് പോകാനോ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾക്കോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നുകൂടി ഇല്ല എങ്കിൽ അത് മേ കോസ് ഡിസീസസ്, അതുപോലെ ഷുഗർ പ്രോബ്ലംസിന് കാരണമാകും. പിന്നെ ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, മൂവ്മെന്റ് പ്രോബ്ലംസ്, മൊബിലിറ്റി ഫങ്ഷൻസ്, നമ്മുടെ മൂവിങ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ, ഇരിക്കുക, കിടക്കുക, ചാടുക, ഓടുക, അത്തരം മൊബിലിറ്റി ഫങ്ഷൻസ് ഒക്കെ ഡിസോർഡർ ആയി പോകും ഇത്തരം വയസ്സായി കഴിയുമ്പോൾ. നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ഇത്ര വലിയ ഓട്ടക്കാരനായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും പണ്ടത്തെ പോലെ ഓടാൻ പറ്റില്ല. 80 വയസ്സിലോ 75 വയസ്സിലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ആ ഒരു മൊബിലിറ്റി ഫങ്ഷൻസ് ഒക്കെ നമ്മളുടേത് പതുക്കെ എന്ത് ചെയ്യുന്നു, അതിങ്ങനെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഏജ് അത്രത്തോളായി. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ചില ആൾക്കാർ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം ഒരുപാട് ആളുകൾ അതിന്റെയൊക്കെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മൾ അങ്ങനെ ആയി പോകുന്നത് ചിലപ്പോഴൊക്കെ എന്താ പറയാ, ഒരു ആക്ടിവിറ്റി ചെയ്യാതെ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഒതുങ്ങി കൂടുമ്പോഴാണ്. അല്ലാതെ ഇങ്ങനെ ആ രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ പോയിക്കോളും. അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ മൂലക്കായി പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സിങ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഫെയിലിംഗ് സിറ്റുവേഷൻ ആണ്, ഒരുതരം തലച്ചുറ്റലാണ്. അതായത് നമ്മുടെ ആഡക്വേറ്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ ബ്രെയിനിലേക്കൊക്കെ ചെല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന തലച്ചുറ്റൽ, അതാണ് സിങ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ബോൺ ഡിസീസസ്, എല്ലുകൾക്ക് ഉണ്ടാകുന്ന ചില ബലക്കുറവ്, അസ്ഥി എന്താ പറയാ, ഇത് അംഗവിച്ച അല്ലെ, തേയ്മാനം, അതെ തേയ്മാന പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറെ ഒരു തേയ്മാനം എന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്രീസിയേഷൻ സംഭവിക്കാന്ന് പറയും അല്ലെ. നമ്മള് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണ്, വണ്ടി, വാഹനങ്ങള്, ഭയങ്കര വിലപിടിപ്പുള്ള മെഷീനറീസ് ഒക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അത് 10 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെ നമ്മൾ ഉപയോഗിച്ചു. വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ മിക്സി അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കും. വണ്ടികൾ വാങ്ങിക്കും, ഇത്ര വർഷം ഉപയോഗിച്ച് പോകും, ഇത്ര വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ അത്രയും ഡിപ്രീസിയേറ്റഡ് ആയിരിക്കുന്നത് എത്ര വർഷം, ഓരോ വർഷവും അതിന് തേയ്മാനം വരും. കാരണം ഇതിങ്ങനെ ഓടിക്കൊണ്ടില്ല ഇരിക്കുകയാണല്ലോ, റൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ബോഡി സോഴ്സ് ലൈക്ക് മെഷീൻ. തീർച്ചയായും നമ്മുടെ ശരീരവും ഒരു മെഷീൻ തന്നെയാണ്. ആ മെഷീന്റെ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന അവയവങ്ങളെല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് കൃത്യമായി സ്മൂത്ത് ആയിട്ട് അത് പോകുക. ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പൊട്ടങ്ങൾ, ക്ഷതങ്ങൾ സംഭവിച്ചാൽ അതിന് പതുക്കെ ആ പ്രവർത്തനം അതിന്റെ എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരൊറ്റ ഇതിലങ്ങോട്ട് പോകുള്ളൂ. അതേസമയം എന്തെങ്കിലും ഇപ്പൊ ചെറിയൊരു തലവേദന നമ്മൾ ഒന്നും വിചാരിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ അത്രയും എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ വളരെ എനർജിയിൽ വളരെ സ്മാർട്ടായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ തലവേദന വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡള്ളാണ്. ഇത് വിൽ റിഫ്ലക്ട് ഇൻ അവർ വർക്ക്. അത് നമ്മളുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും അല്ലെ. അത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ട് മുന്നിലുള്ള മണിക്കൂറിൽ എനിക്ക് തലവേദന ഇല്ലാത്തതിപ്പോ ഞാൻ സംസാരിച്ചതും എന്നാൽ തലവേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അത്രയും ആ ഒരു എന്താ പറയാ എനർജിയോ അല്ലെങ്കിൽ ആ ഒരു ഇത് വരില്ലേ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ആ ഒരു മെഷീന് ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് എവിടെയും ഒരു കരട് കയറി, അപ്പൊ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ മെഷീൻ കാണിക്കും തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡി ഈസ് ഓൾസോ ഒരു മെഷീൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ പാർട്സും ഒരു കാലഘട്ടം വരെയാണ് അത് ഇങ്ങനെ
എന്താ പറയാ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ അതിന്റെ ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. തേയ്മാനം ഇങ്ങനെ ഓടി ഭയങ്കരമായിട്ട് കുറെ നാൾ ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തേയ്മാനം ഉണ്ടല്ലോ, അതുപോലെ വരും. അത് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതും ഉണ്ടാകുന്നത് ആഫ്റ്റർ ആൻ ഏജ്, ഒരു പർട്ടിക്കുലർ ഏജ് ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ഡിപ്രീസിയേഷൻസ് സംഭവിക്കും നമ്മുടെ അവയവങ്ങൾക്കും. അതാണ് തേയ്മാനമൊക്കെ ഉണ്ടാകുക, അകൽച്ച ഉണ്ടാകുക, ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സം കമ്മ്യൂണിറ്റി സർവീസസ് സച്ച് ആസ് മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ. അപ്പൊ ഇങ്ങനെയുള്ള ചില സേവനങ്ങളും നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ, മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അവിടെ ചെന്നിട്ട് ഇപ്പൊ രോഗിയൊക്കെ ചിലപ്പോൾ ബെഡ് റിഡൻ ആണെങ്കിലേ, കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് തെറാപ്പി ചികിത്സകളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ, അതായത് ഇവർക്ക് വേണ്ട ചില ബെഡ് റിഡൻ ആയിട്ടുള്ള രോഗികൾക്ക് ചില പ്രൊവൈഡ് ചെയ്യേണ്ട ചില ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം വാട്ടർ ബെഡ് അല്ലെ, ഇവരൊക്കെ ഇങ്ങനെ കുറെ നാൾ കിടന്നു കഴിയുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിയാനൊക്കെ സാധ്യതയുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ഭയങ്കര പ്രശ്നമാകും. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് ഇവർക്ക് ബെഡ് അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്ത ബെഡാണ് വാട്ടർ ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഒക്കെ ഈ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്? എനി ഡൗട്ട്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞുള്ളൂ. രണ്ടോന്നെണ്ണത്തിൽ നമുക്ക് കുറച്ച് നോട്ട് കൂടി എഴുതാനുണ്ടായത് കൊണ്ടാണ് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെ തുടങ്ങിയായിരുന്നു? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങിയത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഡെർമറ്റോളജി, ഇയർബോസ്റ്റോട്ട്, എൻഡോക്രൈനോളജി ആൻഡ് ജെറിയാട്രിക്സ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി, നന്നായിട്ട് സെന്റൻസുകൾ നിങ്ങൾ തന്നെ കണ്ണോട്ട് ഇങ്ങനെ വായിക്കുക കേട്ടാ. വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റുകൾ ആൻസർ ചെയ്യുക. അല്ലാതെ വേഗം തന്നെ പോയി മോക്ക് ടെസ്റ്റ് മാത്രം ആൻസർ ചെയ്തതിന് ശേഷം ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓരോ സെന്റൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എല്ലാം അറിയണ്ടേ, എന്നാലല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്താലും ഗുണമൊന്നും. ഓക്കെ, ചെയ്യൂലേ അങ്ങനെയൊക്കെ? ടെക്സ്റ്റ് വായിക്കാറില്ല എല്ലാവരും? ടെക്സ്റ്റ് വായിക്കണം, വായിക്കണം, വായിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സി യു. Bye bye. Okay, thank you.